സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ മാസത്തിൻ്റെ ഫദ്ല്, ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു ഹദീസാണ് നിങ്ങൾ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമദാൻ, ആരാണോ റമദാൻ മാസം നോമ്പ് നോറ്റത്, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി അതുപോലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരാണോ ഈമാനോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമദാൻ മാസം ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഈ ഹദീസിൽ നിരവധി ഫായിദകൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്, ഒരു മുഅ്മിൻ തന്റെ മഅസിയത്തുകളെക്കുറിച്ച്, താൻ ചെയ്തിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നവനായിരിക്കും. തന്റെ അടുത്ത് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, വരുന്നുണ്ട് എന്ന ബോധമുള്ളവനായിരിക്കും. ആ തെറ്റുകൾ പേടിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെയും ഖിയാമുൽ ലൈലിന്റെയും ഒക്കെ മഹത്വം പറയുമ്പോൾ അതിന്റെ ഉപകാരമായി പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന കാര്യം പറയുന്നത്. കാരണം പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണങ്ങളും അവസരങ്ങളും അന്വേഷിക്കുന്നവനായിരിക്കും ഒരു യഥാർത്ഥ മുഅ്മിൻ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിൻ തന്റെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഒരു വലിയ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്ന ഒരാൾ പോലെയായിരിക്കും. ആ പർവ്വതം, മല തന്റെ തലക്ക് മുകളിലേക്ക് വീണ് താൻ മരിച്ചു പോകുമോ എന്ന് പേടിക്കുന്ന അവസ്ഥയിലായിരിക്കും ഒരു മുഅ്മിൻ. ഒരു മുനാഫിഖാകട്ടെ, അവന്റെ പാപങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുക തന്റെ മൂക്കിന് മുകളിൽ ഒരു ഈച്ച വന്ന് ഇരുന്നത് പോലെ, അത്ര ലഘുവായി നിസ്സാരമായിട്ടായിരിക്കും കാണുക. നമുക്കറിയാം, സിദ്ദീഖീങ്ങളായ ശുഹദാക്കളായ സഹാബത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അവരുടെ പാപങ്ങൾ വളരെ കുറവാണ്. അവർ പോലും ഇങ്ങനെ ഒരു മലയുടെ താഴെ ഇരിക്കുന്ന, പേടിച്ചിരിക്കുന്ന ഒരാളെ പോലെ ആയിരിക്കണം തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള പേടി ഉണ്ടാകണം. രണ്ടാമത്തേത്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അങ്ങനെ പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് റമദാൻ മാസം, അതിലെ നോമ്പും ഖിയാമുൽ ലൈലും എന്ന കാര്യം. റമദാനിന് ഈ പേര് വരാൻ തന്നെ കാരണം ചില ഉലമാക്കൾ പറയുന്നത്, റമദ യർമദു എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ് അർത്ഥം. പാപങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ് റമദാൻ. പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് റമദാൻ. ചില ഹദീസുകൾ കാണാം, റമദാനിൽ അല്ലാഹു തആല ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് കുറെ ആളുകളെ മോചിപ്പിക്കും. തങ്ങളുടെ അമലുകൾ കൊണ്ട്, തെറ്റുകൾ കൊണ്ട് നരകം അർഹിക്കുന്ന, നരകത്തിന് അർഹത നേടിയ ആളുകളെ അല്ലാഹു തആല ഓരോ രാത്രിയിലും മോചിപ്പിക്കും എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം, റമദാൻ മഗ്ഫിറത്തിനുള്ള വലിയൊരു അവസരമാണ്. മൂന്നാമതായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, റമദാനിലെ നോമ്പ് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ആ നോമ്പ് നോൽക്കുന്നത് ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ ആയിരിക്കണം. അഥവാ നാട്ടു നടപ്പനുസരിച്ച് അങ്ങനെ നോമ്പ് നോറ്റു, പാരമ്പര്യമായി റമദാൻ മാസത്തിൽ വീട്ടിൽ ഭക്ഷണമില്ല, അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടക്കുന്നു, അങ്ങനെയുള്ളൊരു ആദത്തായി മാറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് നിയ്യത്തുണ്ടായിരിക്കണം. അല്ലാഹു തആല എന്റെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്, അള്ളാഹുവിന്റെ അടിമയായതുകൊണ്ട് അവൻ കൽപ്പിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയും അവൻ വിലക്കിയ സമയത്ത് പട്ടിണി കിടക്കുകയും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന ഈമാനോടുകൂടിയായിരിക്കണം നോമ്പ് നോൽക്കുന്നത്. ഇഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം, ആഖിറത്തിലുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. ദുനിയാവിൽ ആരോഗ്യം നന്നാകാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നോമ്പ് നോറ്റത് കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. അങ്ങനെ നിയ്യത്ത് വെച്ചാൽ നമ്മുടെ അമലിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും. മറിച്ച് ആഖിറത്തിലുള്ള പ്രതിഫലമായിരിക്കണം ഒരു മുഅ്മിൻ പ്രതീക്ഷിക്കുന്നത്. ആഖിറത്തിൽ പ്രതിഫലം പ്രതീക്ഷിച്ച് നോമ്പ് നോൽക്കുന്നയാളുടെ അടയാളം എന്താണ്? അങ്ങനെയാണോ നമ്മൾ നോമ്പ് നോൽക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റും? ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം അബൂ സുലൈമാൻ അൽ ഖത്താബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞാൽ ലാ യസ്തതീലു ബിഹാ വലാ യസ്തസ്ഖിലുഹാ, ഈ നോമ്പിനെയും ഖിയാമുൽ ലൈലിനെയും അവൻ ദീർഘമായി കാണുകയില്ല. കുറെ ദിവസമായി എന്താണ് റമദാൻ തീരാത്തത്, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ കുറെ റക്അത്തായി, കുറെ പേജുകളായി ഓതുന്നു, എന്താണ് ഇത് തീരാത്തത് എന്ന് ചിന്തിക്കുകയില്ല. നേരെ മറിച്ച് അവനത് സന്തോഷത്തോടെ ആയിരിക്കും നിർവഹിക്കുന്നത്. സ്വഹാബത്തിന്റെ മാതൃക ഇതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അദ്ദേഹമാണ് റമദാൻ മാസത്തിൽ തറാവീഹ് സംഘടിതമായി നടപ്പിലാക്കിയത്. ആ കാലത്ത് സഹാബത്ത് പറയുന്നത് കാണാം, അവര് വടിയിൽ പിടിച്ചിട്ടായിരുന്നു തറാവീഹ് നമസ്കരിക്കാറുള്ളത്. വടിയിൽ തൂങ്ങി നിന്നുകൊണ്ടാണ് തറാവീഹ് നമസ്കരിക്കാറുള്ളത്. അത്രമാത്രം ദീർഘിച്ച് നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ ഈ നോമ്പിന്റെ കാര്യത്തിലായാലും ഖിയാമുൽ ലൈലിന്റെ കാര്യത്തിലായാലും അത് കുറയായി എന്ന് ചിന്തിക്കാതെ, ഒരു ഭാരമായി എന്ന് ചിന്തിക്കാതെ സന്തോഷത്തോടു കൂടി അത് ചെയ്യുക. ക്ഷീണം മനുഷ്യനെ ബാധിക്കും, മനുഷ്യന്റെ ശരീരം ദുർബലമാണ്. അങ്ങനെ ക്ഷീണിച്ചാൽ അതിനുള്ള മാർഗങ്ങളുണ്ട്. ഇരുന്ന് നമസ്കരിക്കാം,
അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടി വിശ്രമിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സന്തോഷത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ അമല് ചെയ്യുക. നാലാമത്തെ കാര്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഈ മഗ്ഫിറത്ത്, പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞത് വൻപാപങ്ങൾക്കാണോ ചെറുപാപങ്ങൾക്കാണോ ബാധകമാവുക? വൻപാപങ്ങൾ അല്ലാഹു തആല നോമ്പ് കൊണ്ട് പൊറുക്കുമോ? പൊറുക്കുകയില്ല എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഹദീസിൽ നിരുപാധികമാണ് പറഞ്ഞത്, പാപങ്ങളെല്ലാം പൊറുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ മറ്റ് ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആരാണോ വൻപാപങ്ങൾ ഉപേക്ഷിക്കുന്നത് അവർക്കായിരിക്കും മഗ്ഫിറത്ത് നൽകുക എന്നുള്ളത്, നോമ്പ് കൊണ്ട് നമസ്കാരം കൊണ്ട്. പക്ഷേ നമുക്ക് സന്തോഷിക്കാൻ ഒരു അവസരമുണ്ട്. വൻപാപങ്ങൾ നോമ്പ് കൊണ്ട് പൊറുക്കുകയില്ലെങ്കിലും ഒരാളുടെ ചെറുപാപങ്ങളെല്ലാം നോമ്പ് കൊണ്ട് പൊറുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഹസനാത്തും സയ്യിആത്തും, പുണ്യങ്ങളും പാപങ്ങളും തൂക്കി നോക്കിയിട്ടാണ് ആഖിറത്തിൽ സ്വർഗവും നരകവും തീരുമാനിക്കുക. അപ്പോ മുൻപ് കഴിഞ്ഞു പോയ ഒരുപക്ഷെ പതിറ്റാണ്ടുകളോളമുള്ള ചെറുപാപങ്ങളെല്ലാം പൊറുക്കാൻ മാത്രം മഹത്വമുള്ള ഒരു അമലായതുകൊണ്ട് ഇതിന്റെ ഭാരം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഭാരത്തിന് മുന്നിൽ ഒരുപക്ഷെ ഒരുപാട് വൻപാപങ്ങളും നമുക്ക് ഒഴിവാകാൻ സാധ്യതയുണ്ട്. വൻപാപങ്ങളുടെ കുറ്റവും ഹിസാബ് നടത്തുന്ന സമയത്ത്, മീസാനിൽ തൂക്കുന്ന സമയത്ത് അതിനേക്കാൾ ഈ അമല് കനം തൂങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ റമദാനിലെ ദിവസങ്ങൾ വളരെ ചുരുങ്ങിയതായി കണ്ടുകൊണ്ട്, ഇതൊരു വലിയ അവസരമായി കണ്ടുകൊണ്ട്, അതുപോലെ നമസ്കാരമൊക്കെ കുറഞ്ഞുപോയി എന്ന ചിന്തയോടുകൂടി നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ, നമുക്ക് ഇഖ്ലാസ് നൽകുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.